മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി മുസ്ലിം ലീഗ് 105 വീടുകളാണ് നിർമ്മിക്കുന്നത്. മുട്ടിൽ തൃക്കേപ്പറ്റ റോഡിൽ വെള്ളിത്തോടാണ് 10 ഏക്കറിൽ വീടുകൾ നിർമ്മിക്കുന്നത്. നിർമ്മാണത്തിന്റെ ഭാഗമായി ഓഫീസ് തുറന്നു. സുർജിത്ത് അയ്യപ്പത്ത് അവിടെ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്നത് 105 വീടുകളാണ്. 10 ഏക്കർ ഭൂമിയിലാണ് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. 100 വീടുകളാണ് പാർട്ടി ഏറ്റിരുന്നത്. ഇപ്പോൾ 105 വീടുകളായിട്ടുണ്ട്. ആ 105 വീടുകൾക്കുള്ള സ്ഥലം ഞങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. അതാണിപ്പോൾ ഇവിടെ നികത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തറക്കല്ലിടൽ ക്രമം ആദരണീയനായ സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ 9-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്ക് ഈ പ്ലോട്ടിൽ വെച്ച് നിർവഹിക്കുകയാണ്. 8 മാസം കൊണ്ട് പണി പൂർത്തിയാക്കി കൈമാറ്റം ചെയ്യണം എന്നാണ് പാർട്ടിയുടെ തീരുമാനം. സ്ഥലം കിട്ടാൻ വേണ്ടി ഗവൺമെൻറ്റിനെ വെയിറ്റ് ചെയ്തുകൊണ്ടാണ് താമസമുണ്ടായത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം പോലും താമസിപ്പിക്കേണ്ട ആവശ്യമില്ല. സർക്കാർ ലിസ്റ്റിൽ നിന്ന് ദുരന്തബാധിതരുടെ ലിസ്റ്റ് റവന്യൂ വകുപ്പ് സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ലിസ്റ്റിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. സർക്കാരിൽ വീട് എടുക്കുന്ന ആളുകൾക്ക് നമ്മളിവിടെ വീട് കൊടുക്കില്ല. സർക്കാരിൽ വീട് വേണ്ടാത്ത ആളുകളുണ്ടെങ്കിൽ അതിൽ ദുരന്തബാധിതരാണെങ്കിൽ അർഹരായ ആൾക്കാരെ സ്ക്രൂട്ടിനി ചെയ്തിട്ട് അവരാണ് നമ്മൾ സെലക്ഷൻ നടത്തുന്നത്. എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. മാത്രമല്ല ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത, റോഡിനോട് ചേർന്ന് ഒരു വീട് കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സെൻറ്റിന് ഒരു 2 ലക്ഷം രൂപ വില മതിക്കുന്ന ഭൂമിയാണ് 8 സെൻറ്റ് അവർക്ക് കൊടുക്കുന്നത്. അങ്ങനെ 1000-ലധികം സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി അവരെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും കണ്ണായ സ്ഥലത്ത് തന്നെയാണ് ഇങ്ങനെ ഒരു വീടുകളുടെ നിർമ്മാണം നടക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. മുസ്ലിം ലീഗിൻ്റെ ജില്ലാ നേതാക്കൾ അടക്കമുള്ളവർ ഇവിടെ എത്തിയത് നമുക്ക് കാണാൻ കഴിയുന്നു. ഈ പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ്. കാരണം മുട്ടിൽ നിന്ന് തൃക്കേപ്പറ്റയിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട പാതയുടെ ഓരത്ത് തന്നെയാണ് ഇങ്ങനെ വീടുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് മുസ്ലിം ലീഗ് വേഗത്തിൽ തന്നെ കടന്നിരിക്കുന്നത്. മനു ദാമോദരനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്.